السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونتوب إليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون وإن منكم إلا واردها كان على ربك حتما مقضيا. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, രക്ഷിതാക്കളെ, സഹപ്രവർത്തകരെ, സർവ്വലോക രക്ഷിതാവായ അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും യഥാവിധി ഉൾക്കൊണ്ട് ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും ആവുന്നത്ര നന്മകൾ ചെയ്ത് കഴിവിൻ്റെ പരമാവധി തിന്മകളിൽ നിന്ന് വിട്ടുനിന്ന് തഖ്വയിൽ അധിഷ്ഠിതമായി മുന്നോട്ടു പോകണം എന്ന് ഏതൊരു സന്ദർഭത്തിലും എന്ന പോലെ ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. സഹോദരങ്ങളെ, ഈ ഭൗതിക ജീവിതത്തിലെ നമ്മുടെ ഓരോ വാക്കുകളും നോക്കുകളും വികാര വിചാരങ്ങൾ പോലും നാളെ അള്ളാഹുവിൻ്റെ കോടതിയിൽ ഹാജരാക്കപ്പെടും എന്ന ബോധത്തോടെ വിശുദ്ധ ഖുർആനും പ്രവാചകചര്യയും അനുസരിച്ച് മുസ്ലിമായി ജീവിച്ച് മുഅ്മിനായി മരിച്ച് സ്വർഗം വാങ്ങാനുള്ള തൗഫീഖ് അള്ളാഹു എനിക്കും നിങ്ങൾക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. യഥാർത്ഥത്തിൽ ഇവിടെ നടന്ന മുഴുവൻ പ്രഭാഷണങ്ങളുടെയും ലക്ഷ്യമാണ് ഇനി ഇവിടെ സംസാരിക്കാനുള്ളത്. നരകമോചനത്തിനുള്ള വഴികൾ എന്ന വളരെ കാതലായി ചർച്ച ചെയ്യേണ്ടുന്ന, സഗൗരവം നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന വിശാലമായ ഒരു വിഷയമാണ്. വളരെ പരിമിതമായ സമയത്തിനുള്ളിൽ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. സഹോദരങ്ങളെ, മനുഷ്യൻ്റെ ജീവിതം എന്നു പറഞ്ഞാൽ കേവലം കളിച്ചും ചിരിച്ചും തമാശകൾ പറഞ്ഞും വിനോദങ്ങളിലും വിവാദങ്ങളിലും മുഴുകിയും തീർക്കേണ്ടുന്ന ഒന്നല്ല. മരണം എന്നത് മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ഒടുക്കമല്ല, മറിച്ച് അനന്തവും അനശ്വരവുമായ, യഥാർത്ഥവും ഉദാത്തവുമായ ജീവിതത്തിൻ്റെ തുടക്കമാണ് മരണം എന്ന് നാം മനസ്സിലാക്കണം. ആ മരണാനന്തരമുള്ള യഥാർത്ഥ ജീവിതത്തിൽ സ്വർഗത്തിൽ പ്രവേശിക്കാനും നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുമുള്ള തൗഫീഖാണ് ഞാനും നിങ്ങളും നേടിയെടുക്കേണ്ടത്.
ഇന്നു തന്നെ ഇവിടെ 2-3 തവണകളിലായി ആവർത്തിച്ച് നാം കേട്ട വിശുദ്ധ ഖുർആനിലെ 3-ാം അധ്യായം സൂറത്തു ആലു ഇമ്രാനിലെ 185-ാമത്തെ വചനം, എല്ലാവരും മരിക്കും, മരണത്തിൻ്റെ രുചിയെന്തെന്നറിയുക തന്നെ ചെയ്യും. മനുഷ്യന്റെ കർമ്മങ്ങളുടെ വികാര വിചാരങ്ങളുടെ സമ്പൂർണ്ണ പ്രതിഫലം നൽകപ്പെടുന്നത് അന്ത്യനാളിലാണ്, അഥവാ പരലോകത്താണ്. ആ സമയത്ത് സ്വർഗത്തിൽ പ്രവേശിക്കാനും നരകത്തിൽ നിന്ന് മോചിതനാകാനും ആർക്ക് സാധിക്കുന്നുവോ അവനാണ് വിജയം കൈവരിച്ചിട്ടുള്ളത്. കാരണം ഈ ഭൗതിക ജീവിതം എന്ന് പറഞ്ഞാൽ മനുഷ്യനെ കബളിപ്പിക്കുന്ന വിഭവമാണ്, വഞ്ചനയുടെ ചരക്കാണ് എന്ന് വിശുദ്ധ ഖുർആൻ അടിക്കടി ആവർത്തിച്ചു പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ ആ ഭാഗ്യം നേടാനുള്ള പ്രവർത്തനമാണ് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്. നരകത്തിൽ നിന്ന് രക്ഷപ്പെടുക എന്നതാകണം ജീവിതത്തിൽ മുഖ്യ അജണ്ടയായി നമ്മൾ കാണേണ്ടത് എന്നർത്ഥം. നോക്കൂ നിങ്ങൾ, മഹാനായ അബ്ദുല്ലാഹിബ്നു റവാഹ റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഒരു ദിവസം തൻ്റെ വീട്ടിലിരുന്ന് ആരുമറിയാതെ തേങ്ങിക്കരഞ്ഞ് അദ്ദേഹത്തിൻ്റെ കണ്ണുനീര് താടിരോമങ്ങളെ നനച്ച് താഴേക്ക് ഉറ്റി വീഴുമ്പോൾ അപ്രതീക്ഷിതമായി അദ്ദേഹത്തിൻ്റെ ഭാര്യ അങ്ങോട്ട് പ്രവേശിക്കുകയും തൊട്ടടുത്തു വന്നിരുന്ന് എന്തിനാണെന്ന് പോലും അറിയാതെ ഭാര്യയും ഒപ്പമിരുന്ന് കരയുകയാണ്. അബ്ദുല്ലാഹിബ്നു റവാഹ റളിയല്ലാഹു അൻഹു ചോദിച്ചു, നീ എന്തിനാണ് കരയുന്നത് എന്ന്. അവർ അതിനു നൽകുന്ന മറുപടി, അങ്ങുന്ന് കരയുന്നത് കണ്ടപ്പോൾ എന്തോ ഒരു ദുഃഖം താങ്കളെ പിടികൂടുന്നു എന്നതറിഞ്ഞപ്പോൾ ഒരു ആശ്വാസത്തിന്, ഒരു സമാധാനത്തിന് ഞാനും അറിയാതെ കരഞ്ഞുപോയതാണെന്ന് പറയുമ്പോൾ മഹാനായ അബ്ദുല്ലാഹിബ്നു റവാഹ റളിയല്ലാഹു അൻഹു താൻ കരഞ്ഞതിൻ്റെ കാരണം വിശദീകരിച്ചു കൊടുക്കുകയാണ്. തൻ്റെ സഹധർമ്മിണിയോട് പറയുന്നത്, എടി നിനക്കറിയുമോ, വിശുദ്ധ ഖുർആനിലെ ഒരു വചനമോർത്താണ് ഞാൻ കരയുന്നത്. ഖുർആനിലെ 19-ാം അധ്യായം സൂറത്തു മറിയമിലെ 71-72 വചനങ്ങളായിരുന്നു അദ്ദേഹത്തെ അവ്വിധം കരയിപ്പിച്ചത്. എന്താണ് ആ വചനങ്ങളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്? വഇം മിൻകും ഇല്ലാ വാരിദുഹാ കാന അലാ റബ്ബിക ഹത്മൻ മഖ്ളിയ. നിങ്ങളെല്ലാവരും ആ നരകത്തിന്റെ ഭയാനകമായ ഭീകരമായ നരകത്തിന്റെ വക്കത്ത്, അതിന്റെ ചാരത്ത് വരാതിരിക്കില്ല. അതല്ലാഹുവിന്റെ തീരുമാനിച്ചുറപ്പിച്ച കാര്യങ്ങളിൽ പെട്ടതാണ്. സുമ്മ നുനജ്ജിൽ ലദീന തഖൗ, പിന്നീട് സൂക്ഷ്മത പാലിച്ച് ജീവിച്ച, അല്ലാഹുവിനെ ഭയന്ന് ജീവിച്ചവരാരോ അവരെ നരകത്തിന്റെ ചാരത്ത് നിന്ന് അല്ലാഹു രക്ഷപ്പെടുത്തുകയും എന്നാൽ ക്രമം തെറ്റി ജീവിച്ച, പടച്ചവന്റെ നിയമനിർദ്ദേശങ്ങളെ ലംഘിച്ച് ജീവിച്ച ആളുകളെ ആ നരകത്തിൽ തന്നെ വലിച്ചെറിയുകയും ചെയ്യും എന്ന വചനങ്ങൾ ഓർത്താണ് അബ്ദുല്ലാഹിബ്നു റവാഹ റളിയല്ലാഹു അൻഹു കരയുന്നത്. അദ്ദേഹത്തിന്റെ കരയലിന്റെ കാരണം ഭാര്യ കൂടി അറിഞ്ഞപ്പോ പരസ്പരം മുഖത്തോട് മുഖം നോക്കി വീണ്ടും വീണ്ടും തേങ്ങി കരഞ്ഞതാണ് ചരിത്രത്തിന്റെ ബാക്കി ഭാഗത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സഹോദരിമാരെ, ആ ഭയാനകമായ നരകത്തിൽ നിന്ന് രക്ഷപ്പെടണമെന്നത് നമ്മുടെ ജീവിതത്തിൽ അതിയായ ആഗ്രഹമായി കൊണ്ടു നടക്കാൻ നമ്മൾക്ക് സാധിക്കുകയും അതിനാവശ്യമായ പ്രവർത്തനങ്ങളിൽ ഞാനും നിങ്ങളും മുഴുകുകയും ചെയ്യേണ്ടതുണ്ട്. നോക്കൂ നിങ്ങൾ, മഹാനായ സഅദ് ഇബ്നു ഖൈസമ റളിയല്ലാഹു അൻഹു, പിതാവും മകനും അല്ലാഹുവിന്റെ മാർഗത്തിൽ ജീവിച്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ട് ദീൻ പഠിച്ച സ്വഹാബിമാരായിരുന്നു. രണ്ടുപേരും മദീനയിൽ അവരുടെ വീടിന് മുറ്റത്തിരുന്ന് പല കാര്യങ്ങളും ഓർത്തുകൊണ്ടിരിക്കുകയാണ്. മക്കയിലായിരുന്ന സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അനുചരന്മാരും അനുഭവിച്ച പീഡനങ്ങളുടെ, മർദ്ദനങ്ങളുടെ, വേദനകളുടെ, യാതനകളുടെ ചരിത്രം അയവിറത്തുകൊണ്ടിരിക്കുന്ന സമയത്ത്
അങ്ങാടിയിൽ നിന്ന് എന്തോ ശബ്ദം കേൾക്കുന്നു. പിതാവ് ഖൈസം റളിയല്ലാഹു അൻഹു പറഞ്ഞു, മോനെ സഅദേ, എന്തോ ഒരു ശബ്ദം കേൾക്കുന്നുണ്ട് മോനെ, അവിടെ ചെന്ന് എന്താണെന്നറിഞ്ഞു വാ എന്ന് മകനോട് ആവശ്യപ്പെടുകയും അദ്ദേഹം ഉടൻ തന്നെ ചെല്ലുകയും അവിടെ എന്താണെന്നറിയുകയും അന്വേഷിക്കുകയും ഉടൻ തന്നെ തിരിച്ചു വരികയും വീട്ടിനുള്ളിൽ കയറി മൂർച്ചയുള്ള വാളെടുത്ത് പിതാവിനോട് പോലും പറയാതെ ഇറങ്ങി നടക്കുന്ന മകനെ ഖൈസം റളിയല്ലാഹു അൻഹു കണ്ടു. തൻ്റെ മകനോട് ചോദിച്ചു, മോനെ സഅദേ, ഞാൻ നിന്നെ ഒരു കാര്യത്തിന് പറഞ്ഞയച്ചതല്ലേ മോനെ, അവിടെ എന്താണ് നടക്കുന്നതെന്നറിയാൻ നിന്നെ ഞാൻ പറഞ്ഞയച്ചിട്ട് എന്നോട് പോലും പറയാതെ എങ്ങോട്ടാണോ നിന്റെ യാത്ര എന്ന് പിതാവ് ചോദിച്ചപ്പോൾ മഹാനായ സഅദ് ഇബ്നു ഖൈസം റളിയല്ലാഹു അൻഹു പറയുന്നു, പിതാവേ, നാം നേരത്തെ കേട്ട ശബ്ദം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും അനുചരന്മാരും മുസ്ലിമീങ്ങൾക്ക് ആദ്യമായി അനുവാദം നൽകപ്പെട്ട പ്രതിരോധ യുദ്ധത്തിന് ബദറിന്റെ രണാങ്കണത്തിലേക്ക് കുതിച്ചു പായുന്ന ശബ്ദമാണ് നാം കേട്ടത്. അതുകൊണ്ട് എനിക്കും ആ യുദ്ധത്തിൽ പങ്കെടുക്കണം, എനിക്ക് സ്വർഗം വാങ്ങണം, എനിക്ക് നരകത്തിൽ നിന്ന് രക്ഷപ്പെടണം, എനിക്ക് രക്തസാക്ഷിയാകണം, ഞാൻ പോവുകയാണ് ബാപ്പ എന്ന് പറയുമ്പോൾ ഖൈസം റളിയല്ലാഹു അൻഹു ഇടറുന്ന ശബ്ദത്തോടു കൂടി പറഞ്ഞു, മോനെ, ഈ പിതാവിന്റെ ശരീരത്തിലേക്കൊന്ന് നോക്കടാ, ചുക്കിച്ചുളിഞ്ഞ ശരീരം, ഒന്ന് നിവർന്നു നിൽക്കാൻ പോലും വയ്യ, എനിക്ക് പ്രായമേറെയായി, ഇനി അധികം അവസരങ്ങൾ ലഭിച്ചു കൊള്ളണമെന്നില്ല, നിന്റെ ജീവിതത്തിൽ ഒട്ടേറെ അവസരങ്ങൾ വന്നേക്കാം, നീ ചെറുപ്പക്കാരനാണ്, നീ ചുറുചുറുക്കുള്ളവനാണ്, നീ യുവാവാണ്, അതുകൊണ്ട് വാളിങ് താടാ, ഞാൻ പോയി സ്വർഗം വാങ്ങട്ടെ, ഞാൻ പോയി യുദ്ധം ചെയ്യട്ടെ എന്ന് പറഞ്ഞപ്പോ സഅദ് ഇബ്നു ഖൈസം റളിയല്ലാഹു അൻഹു പറഞ്ഞു, ബാപ്പ, ഇത് ഭൗതിക വിഷയമല്ല, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ 10 സെന്റ് ഭൂമിയുടെ കാര്യമല്ല, ആര് ആദ്യം യാത്ര പോകണമെന്നതല്ല, മറിച്ച് വഫീ ദാലിക ഫല്യതനാഫസിൽ മുതനാഫിസൂൻ എന്ന് വിശുദ്ധ ഖുർആൻ 83-ാം അധ്യായം സൂറത്തുൽ മുത്തഫിഫീനിലെ 26-ാമത്തെ വചനത്തിൽ പഠിപ്പിച്ച പോലെ മത്സരിക്കുന്നവർ മത്സരിക്കേണ്ടത് ആ സ്വർഗത്തിന് വേണ്ടിയാണ്. കിടമത്സരം നടത്തുന്നവർ കിടമത്സരം നടത്തേണ്ടത് നരകമോചനത്തിന് വേണ്ടിയാണ്. അതുകൊണ്ട് ഞാൻ പോവുകയാണെന്ന് പറഞ്ഞു. ബാപ്പ സമ്മതിച്ചില്ല. അവർ തമ്മിൽ തർക്കമായി. അവസാനം നമുക്ക് നറുക്കെടുക്കാമെന്ന് തീരുമാനിച്ചു. രണ്ടുപേരുടെയും പേര് എഴുതി നറുക്കിട്ടു. നറുക്ക് വീണത് മകൻ സഅദ് റളിയല്ലാഹു അൻഹുവിന് തന്നെയാണ്. ആ സമയത്ത് ഖൈസം റളിയല്ലാഹു അൻഹു മകന്റെ നെറ്റിയിൽ ഉമ്മ വെച്ച് ആകാശലോകത്തേക്ക് കൈകളുയർത്തിക്കൊണ്ട് അള്ളാഹുവിനോട് നടത്തുന്നൊരു പ്രാർത്ഥനയുണ്ട്. നാഥാ, എൻ്റെ മകൻ ഇതാ സ്വർഗത്തിലേക്കുള്ള വഴിയിൽ ഞാൻ പുറപ്പെടുകയാണ്, ഞാൻ ഇറക്കി വിടുകയാണ്. എൻ്റെ മകന് സ്വർഗം നൽകാതെ തിരിച്ചയക്കല്ല പടച്ചവനെ, എൻ്റെ മകന് സ്വർഗം നൽകാതെ ബാക്കിയാക്കല്ല നാഥാ, എൻ്റെ മകന് രക്തസാക്ഷിയാകാനുള്ള അവസരം നിഷേധിക്കല്ല പടച്ചവനെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്ന ആ പിതാവിന്റെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കുകയാണ്. ബദറിന്റെ രണാങ്കണത്തിൽ മഹാനായ സഅദ് റളിയല്ലാഹു